Hi, good morning. ഓക്കെ, 7 ആളെ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഒന്ന് ഒരു അര മിനിറ്റ് വെയിറ്റ് ചെയ്ത് നോക്കാം. ബാക്കി ആളും കൂടി ജോയിൻ ചെയ്യട്ടെ. ഓക്കെ, എന്നാൽ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾക്ക് പ്രസൻറ്റേഷൻ കാണുന്നുണ്ടല്ലോ. അപ്പോൾ എന്തെങ്കിലും കണക്ഷൻ പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ ഒന്ന് വോയിസ് ഓൺ ആക്കി പറയാം, അല്ലെങ്കിൽ എനിക്ക് ജസ്റ്റ് ഒന്ന് വാട്സപ്പ് ചെയ്യാം. ഓക്കെ. So, in our previous class, we discussed about a particle which is trapped in a square well potential. ഒരു സ്ക്വയർ വെൽ പൊട്ടൻഷ്യലിൽ ട്രാപ്പ് ചെയ്യപ്പെട്ട ഒരു പാർട്ടിക്കിളിനെ കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ആൻഡ് വി ആർ ഡിസ്കസിങ് ഇൻ ദ മൊഡ്യൂൾ ഓഫ് ക്വാണ്ടം മെക്കാനിക്സ്. നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന പാർട്ടിക്കിൾ എന്ന് പറയുന്നത് ഇറ്റ് ഷോസ് ഡ്യുവൽ ബിഹേവിയർ, ഇറ്റ് ഷോസ് വേവ് ബിഹേവിയർ ആൻഡ് പാർട്ടിക്കിൾ ബിഹേവിയർ ബേസ്ഡ് ഓൺ ദ എക്സ്പെരിമെന്റ്സ് we are conducting. So we are now dealing with a particle which shows dual behavior. That means we can predict the behavior of that particle using the laws of classical mechanics. So ഈ സ്ക്വയർ വെൽ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. ദാറ്റ് മീൻസ് we have two walls, square potential walls here. That means at x equal to 0 we have a potential wall. That means at this wall the potential is infinite. That means the particle inside the square well potential has no energy to overcome this potential. ഒരു തരത്തിലും എക്സ് ഈക്വൽ ടു സീറോ എന്ന പൊട്ടൻഷ്യൽ വാളിലും അല്ലെങ്കിൽ എക്സ് ഈക്വൽ ടു എല്ലിന് ലെഫ്റ്റ് ഓർ റൈറ്റ് മൂവ് ചെയ്യാനുള്ള എനർജി എന്തിനില്ല, ഈ പാർട്ടിക്കിളിനില്ല. സോ വി ആർ ഡീലിംഗ് വിത്ത് സച്ച് എ പാർട്ടിക്കിൾ. ദെൻ ഹൗ ക്യാൻ വി പ്രഡിക്ട് ദ ബിഹേവിയർ ഓഫ് പാർട്ടിക്കിൾ? നമുക്ക് എങ്ങനെ ഈ പാർട്ടിക്കിളിൻ്റെ പ്രോപ്പർട്ടീസ് ഡിറൈവ് ചെയ്യാൻ പറ്റും? പാർട്ടിക്കിളിൻ്റെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നത്? വാട്ട് യു മീൻ ബൈ ദ പ്രോപ്പർട്ടീസ് ഓഫ് എ പാർട്ടിക്കിൾ? ദാറ്റ് മീൻസ് ദ എനർജി, വാട്ട് ആർ ദി എനർജി വാല്യൂസ് ഓഫ് ദി പാർട്ടിക്കിൾ, ദാറ്റ് energy values that can be possessed by this particle, or what is the momentum value, or what is the പൊസിഷൻ പ്രോബബിലിറ്റി. അതല്ലെങ്കിൽ നമ്മളൊരു ഒരു ചെറിയൊരു ഏരിയ തരുവാണ്, ഇപ്പോൾ A to B. ആ ഒരു ഏരിയയിൽ ഈ പാർട്ടിക്കിൾ കാണാനുള്ള പ്രോബബിലിറ്റി എത്രത്തോളമാണ്. ഇതൊക്കെയാണ് ഒരു ക്വാണ്ടം പാർട്ടിക്കിളിനെ സംബന്ധിച്ച് നമുക്ക് അറിയാൻ പറ്റുന്ന ദ പ്രോപ്പർട്ടീസ് ദാറ്റ് വി ക്യാൻ ആക്സസ്. നമുക്ക് ഒരു ക്വാണ്ടം പാർട്ടിക്കിളിനെ കുറിച്ച് അറിയാൻ പറ്റുന്ന പ്രോപ്പർട്ടീസ് ഇതൊക്കെയാണ്. സോ ഹൗ ക്യാൻ വി ഡിറൈവ് ഓർ ഹൗ ക്യാൻ വി നോ വാട്ട് ആർ ദി പ്രോപ്പർട്ടീസ് ഓഫ് ദിസ് പാർട്ടിക്കിൾ? അതായത് ലെങ്ത് എൽ ഉള്ള ഒരു സ്ക്വയർ വെൽ പൊട്ടൻഷ്യൽ ട്രാപ്പ് ചെയ്തൊരു പാർട്ടിക്കിളിന് തരുവാണെങ്കിൽ നമുക്ക് എങ്ങനെ അതിൻ്റെ പ്രോപ്പർട്ടീസ് ഡിറൈവ് ചെയ്യാൻ പറ്റും? ഇഫ് ഇറ്റ് ഈസ് എ ക്ലാസിക്കൽ പാർട്ടിക്കിൾ ഓർ എ പാർട്ടിക്കിൾ വിച്ച് ഷോസ് ന്യൂട്ടോണിയൻ മെക്കാനിക്സ്, ഒരു ന്യൂട്ടോണിയൻ മെക്കാനിക്സ് ഒബേ ചെയ്യുന്ന ഒരു പാർട്ടിക്കിൾ ആയിരുന്നെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? വി വിൽ ഡ്രോ എ ഫോഴ്സ് ഡയഗ്രാം ആൻഡ് വി വിൽ അപ്ലൈ ന്യൂട്ടൺ സെക്കൻഡ് ലോ. നമ്മൾ എന്ത് ചെയ്യും? നമ്മളൊരു ഫോഴ്സ് ഡയഗ്രാം ആയിരിക്കും, അതായത് ഈ പാർട്ടിക്കിളിനെ എഫക്റ്റ് ചെയ്യുന്ന ഫോഴ്സ് ഏതൊക്കെയാണ് നമ്മൾ വരയ്ക്കും. അതായത് ഒരു ഫോഴ്സ് ഡയഗ്രാം അല്ലെങ്കിൽ ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? ന്യൂട്ടൺ സെക്കൻഡ് ലോ അപ്ലൈ ചെയ്യും. അങ്ങനെ ആ പാർട്ടിക്കിളിൻ്റെ ഒരു ഇക്വേഷൻ ഓഫ് മോഷൻ നമ്മൾ ഡിറൈവ് ചെയ്തെടുക്കും. ബട്ട് ദിസ് ഈസ് എ പാർട്ടിക്കിൾ വിച്ച് ഷോസ് ക്വാണ്ടം ബിഹേവിയർ ഒരു ഡുവൽ ബിഹേവിയർ. ഈ പാർട്ടിക്കിൾ എന്ന് പറയുന്നത് ന്യൂട്ടോണിയൻ മെക്കാനിക്സ് അനുസരിക്കുന്ന പാർട്ടിക്കിൾ അല്ല. ഇതൊരു ഇലക്ട്രോൺ ആവാം, പ്രോട്ടോൺ ആവാം. സോ സൈസ് കുറഞ്ഞ ഡുവൽ ബിഹേവിയർ കാണിക്കുന്ന പാർട്ടിക്കിളാണ്. സോ വി യൂസ് ദ ബേസിക് ഇക്വേഷൻ ഓഫ് അവർ ക്വാണ്ടം മെക്കാനിക്സ് വിച്ച് ഈസ് കോൾഡ് സ്ക്രോഡിഞ്ചേഴ്സ് ഇക്വേഷൻ. എന്ത് ചെയ്യണം? ഇതൊരു ക്വാണ്ടം മെക്കാനിക്കൽ പാർട്ടിക്കിൾ ആയതുകൊണ്ട് തന്നെ ക്വാണ്ടം മെക്കാനിക്സിലെ ബേസിക് ഇക്വേഷൻ നമ്മൾ യൂസ് ചെയ്യുന്നു, വിച്ച് ഈസ് ദ സ്ക്രോഡിഞ്ചേഴ്സ് ഇക്വേഷൻ. വി നോ വി ഹാവ് ടു type of Schrodinger's equation: Schrodinger's time independent equation and Schrodinger's time dependent equation. Here we are using more simpler equation. രണ്ടും കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ സിമ്പിൾ ആയിട്ടുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് സ്ക്രോഡിഞ്ചേഴ്സ് ടൈം ഇൻഡിപെൻഡൻറ്റ് ഇക്വേഷൻ ആണ്. രണ്ടിനും അതിൻ്റെതായ ഉപയോഗങ്ങളുണ്ട്. പക്ഷെ നമ്മൾ ഇവിടെ എന്ത് യൂസ് ചെയ്യുന്നു? സ്ക്രോഡിഞ്ചേഴ്സ് ടൈം ഇൻഡിപെൻഡൻറ്റ് ഇക്വേഷൻ ഇൻ കേസ് ഓഫ് എ പാർട്ടിക്കിൾ. അതായത് ഒരു ക്ലാസിക്കൽ പാർട്ടിക്കിളിൻ്റെ കേസിൽ നമ്മൾ ന്യൂട്ടൺസ് ലോ അപ്ലൈ ചെയ്യുന്ന പോലെ തന്നെ ഒരു ക്വാണ്ടം പാർട്ടിക്കിളിൻ്റെ കേസിൽ എന്ത് ചെയ്യുന്നു? വി ആർ അപ്ലൈ Schrodinger's
one dimensional time independent equation, and it looks like this: dou square psi by dou x square plus 2m by h square e minus v psi equal to 0. ഇതാണ് ജനറൽ സ്ക്രോഡിഞ്ചേഴ്സ് ഇക്വേഷൻ. വാട്ട് ആർ ദി എലമെന്റ്സ് ഓഫ് ദിസ് ഇക്വേഷൻ? ഈ ഇക്വേഷനിലുള്ള എലമെന്റ്സ് എന്തൊക്കെയാണ്? First one is psi. This is the main component of equation. Schrodinger's equation tells about this psi. ഈ സൈനെ കുറിച്ചാണ് സ്ക്രോഡിഞ്ചേഴ്സ് ഇക്വേഷൻ പറയുന്നത്, അല്ലെങ്കിൽ സൈനെ ബേസ് ചെയ്തുള്ള ഒരു സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ് എന്ത്? സ്ക്രോഡിഞ്ചേഴ്സ് ഇക്വേഷൻ. വാട്ട് ഈസ് ദിസ് psi? Psi is the wave function of particle which we deal with. നമ്മൾ ഡീൽ ചെയ്യുന്ന പാർട്ടിക്കിൾ, if it is an electron or a proton, psi is the wave function of a particle. We talked what is wave function. Wave function is a mathematical function which describes what are the properties of the particle. അതൊരു ക്ലാസിക്കൽ പാർട്ടിക്കിളിന്റെ ഡിസ്പ്ലേസ്മെന്റിന് നമ്മളൊരു എക്സ്പ്രഷൻ കൊടുക്കുന്ന പോലെ തന്നെ വേവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് അത് ജസ്റ്റ് ഒരു മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻ ആണ്, വിച്ച് വി ക്യാൻ ഡിറൈവ് ഓൾ ദി പ്രോപ്പർട്ടീസ് ഓഫ് ദാറ്റ് പാർട്ടിക്കിൾ. ഒരു പാർട്ടിക്കിളിന്റെ വേവ് ഫംഗ്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ എല്ലാ പ്രോപ്പർട്ടീസും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ വേവ് ഫംഗ്ഷൻ ഒന്ന് ഡിറൈവ് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, so this psi is the wave function and m is the mass of the particle which we are dealing with. m is the m എന്ന് പറയുന്നത് എന്താണ്? ആ സ്ക്വയർ വെൽ പൊട്ടൻഷ്യലിനുള്ളിൽ ട്രാപ്പ് ചെയ്യപ്പെട്ട പാർട്ടിക്കിളിന്റെ മാസ് ആണ്. And h cut is the reduced Planck's constant, and E is the energy of the particle. What are the values of energy which can be possessed by this particle? ഈ പാർട്ടിക്കിളിന് പൊസസ് ചെയ്യാൻ പറ്റിയ എനർജി ഏതൊക്കെയാണെന്നുള്ളതാണ് ഇ എന്ന് പറയുന്നത്. വി ഇസ് ദ പൊട്ടൻഷ്യൽ, അല്ലെങ്കിൽ ഇത് ഡീൽ ചെയ്യുന്ന പൊട്ടൻഷ്യൽ ആണ് വി. ബട്ട് സിൻസ് വി സീറോ ഇൻസൈഡ് ദിസ് ബോക്സ്, അല്ലെങ്കിൽ ഈ ഒരു പൊട്ടൻഷ്യലിനുള്ളിൽ, സ്ക്വയർ വെൽ പൊട്ടൻഷ്യലിനുള്ളിൽ പാർട്ടിക്കിളിന് മൂവ് ചെയ്യാൻ പാർട്ടിക്കിൾ ഇൻഡിപെൻഡന്റ് ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റുന്ന സ്പേസ് ഏതാ? ഫ്രം എക്സ് ഈക്വൽ ടു 0 to x equal to L. At that region we see that potential is 0. v എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് 0 ആണ്. So we can reduce this Schrodinger's equation as putting v is equal to 0. Now this equation looks like dou square psi by dou x square plus 2me by h cut square psi equal to 0. Again we are reducing this equation by substituting this expressions 2me by h cut square as k square. നമ്മൾ എന്ത് ചെയ്യുന്നു? എക്സ്പ്രഷൻ ഒന്നും കൂടി റെഡ്യൂസ് ചെയ്യുന്നു. ഇങ്ങനെ ഈ 2me by h cut square എന്ന് പറയുന്ന എക്സ്പ്രഷൻ വരെ നമ്മൾ k square സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. Now this equation looks familiar. ഇക്വേഷൻ എന്ന് പറയുന്നത് ഒരു നമുക്കറിയാവുന്ന ഒരു സെക്കൻഡ് ഓർഡർ ജനറൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. So what is the solution of such an equation? Solution of such an equation is given as the psi of x equal to some a sin kx plus b cos kx. ഇതെന്ന് പറയുന്ന ഒരു ജനറൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. അതിന്റെ ജനറൽ സൊല്യൂഷൻ എന്ന് പറയുന്നത് it looks like psi of x equal to a sin kx plus b cos kx, and this is a differential equation, and it expresses what is the expression for വേവ് ഫംഗ്ഷൻ ഓഫ് പാർട്ടിക്കിൾ. ഇതെന്ന് പറയുന്നത് ഈ പാർട്ടിക്കിൾ, നമ്മൾ ഡീൽ ചെയ്യുന്ന പാർട്ടിക്കിളിനെ റെപ്രസെന്റ് ചെയ്യുന്ന വേവ് ഫംഗ്ഷന്റെ ഒന്നാമത്തെ എക്സ്പ്രഷൻ ആണ്. ഇത് നമ്മൾ ഇനി കുറച്ചും കൂടെ റെഡ്യൂസ് ചെയ്ത് അവസാനം നമുക്ക് ആക്സസിബിൾ ആയ, അല്ലെങ്കിൽ നമുക്ക് മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലേക്ക് എത്തിക്കും. സോ ഹിയർ വി ഹാവ് ആൻ എക്സ്പ്രഷൻ ഫോർ ദ വേവ് ഫംഗ്ഷൻ ഓഫ് പാർട്ടിക്കിൾ. ഈ ഒരു എക്സ്പ്രഷൻ നമുക്ക് എങ്ങനെ കിട്ടിയത്? സ്ക്രോഡിഞ്ചേഴ്സ് ഇക്വേഷൻ ഒരു സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. എന്തിന്റെ? സൈനെ ബേസ് ചെയ്തിട്ടുള്ള. സോ സ്ക്രോഡിഞ്ചേഴ്സ് ഇക്വേഷന്റെ സൊല്യൂഷൻ ആയിട്ടാണ് നമുക്ക് എന്ത് കിട്ടിയത്? psi of x, which is the wave function of particle. Now we are going to apply the conditions of, that means especially talking about boundary conditions of the സ്ക്വയർ വെൽ പൊട്ടൻഷ്യൽ. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ എടുക്കുന്ന സിനാരിയോയിലെ കണ്ടീഷൻസ് എടുക്കുന്നു. ഈ പാർട്ടിക്കിൾ എവിടെയാണോ ഉള്ളത് അതിന്റെ കണ്ടീഷൻസ് എടുക്കുന്നു. സോ രണ്ട് പ്രധാനപ്പെട്ട കണ്ടീഷൻസ് ആയിരുന്നു നമ്മൾ ഇന്നലെയൊക്കെ പഠിച്ചത്. ഫസ്റ്റ് വൺ ഈസ് അറ്റ് എക്സ് ഈക്വൽ ടു 0. ഈ പൊട്ടൻഷ്യൽ വാളിൽ എക്സ് ഈക്വൽ ടു 0 ദർ ഇസ് നോ പ്രോബബിലിറ്റി ഓഫ് എനി പാർട്ടിക്കിൾ ദർ, അല്ലെങ്കിൽ ഈ ഒരു പൊസിഷൻ വരെ എന്ത് ചെയ്യാൻ പറ്റും? പാർട്ടിക്കിളിന് മൂവ് ചെയ്യാൻ ഇൻഡിപെൻഡന്റ് ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റുള്ളൂ. ആഫ്റ്റർ ദാറ്റ് particle can be seen here, or at x equal to L there is no probability of any particle there. So we can say psi of x, or wave function of particle at x equal to 0 and at x equal to L is 0. അല്ലെ x equal to 0യിലും x equal to L എന്ന പൊസിഷനിൽ എന്താണ്? പാർട്ടിക്കിളെ നമുക്ക് കാണാനുള്ള പ്രോബബിലിറ്റി 0 ആണ്. അപ്പോൾ നമ്മൾ എന്ത് കൊടുക്കുന്നു? വേവ് ഫംഗ്ഷൻ psi of x ന് 0 എന്ന വാല്യൂ കൊടുക്കുന്നു. We put that boundary conditions. So we get two boundary conditions from this scenario. That means at x equal to 0, our wave function psi of x equal to 0. Similarly, at x equal to L also psi of x equal to 0. And we substitute this boundary condition for, and we get the constant. That means the
the constant in our previous expression for wave function b is equal to 0. So our expression for wave function reduces to psi of x equal to a sin kx. നമുക്ക് കിട്ടിയ ജനറൽ എക്സ്പ്രഷനിലൂടെ ഒരു പ്ലസ് ബി കോസ് കെ എക്സ് കൂടെ ഉണ്ടായിരുന്നില്ലേ, അത് ക്യാൻസൽ ഔട്ട് ചെയ്തു പോയി, നമ്മൾ എക്സ്പ്രഷൻ ഒന്നും കൂടി റെഡ്യൂസ് ചെയ്തു. ആൻഡ് നൗ അവർ വേവ് ഫംഗ്ഷൻ ലുക്സ് ലൈക്ക് ദിസ്. ആൻഡ് നെക്സ്റ്റ് വി ആർ അപ്ലൈ നെക്സ്റ്റ് ബൗണ്ടറി കണ്ടീഷൻ. നമ്മൾ എന്ത് ചെയ്തു, രണ്ടാമത്തെ ബൗണ്ടറി കണ്ടീഷൻ അപ്ലൈ ചെയ്തു. എന്താണ്, സൈ ഓഫ് എക്സ് ഈക്വൽ ടു 0 അറ്റ് എക്സ് ഈക്വൽ ടു എൽ. സോ നമ്മൾ ഈ ജനറൽ ഇക്വേഷൻ എന്ത് ചെയ്തു, എക്സിന് പകരം എൽ അപ്ലൈ ചെയ്തു. സോ യൂസിങ് ദാറ്റ് വി ഗെറ്റ് ദാറ്റ് if this boundary condition is to be satisfied, then sin kl should be 0. sin kl 0 ആയിരിക്കണം. sin kl 0 ആണെങ്കിൽ what is the condition, then kl should be multiple of some n. n is the integer, n is equal to 1 2 3 something. So kl should be multiple of some n pi. So we get an expression for k as n pi by l. k ക്ക് എന്ത് എക്സ്പ്രഷൻ കിട്ടി, n pi by l എന്ന് പറയുന്ന എക്സ്പ്രഷൻ കിട്ടി. ഈ n എന്ന് പറയുന്നത് സം ഇൻറ്റീജർ 1 2 3 ആണ്. Now put this expression for k in our general equation. നമുക്ക് കിട്ടി റെഡ്യൂസ് ചെയ്ത ഇക്വേഷനിൽ കെക്ക് വരെ എന്ത് ചെയ്യുക, ഈ എക്സ്പ്രഷൻ കൊടുക്കുക, n pi by l എന്നുള്ള എക്സ്പ്രഷൻ കൊടുക്കുക. So we get the expression of our wave function as psi of x equal to a sin k ക്ക് പകരം n pi by l x. Okay, now we are applying അനദർ ബൗണ്ടറി കണ്ടീഷൻ. നമ്മൾ മറ്റൊരു ബൗണ്ടറി കണ്ടീഷൻ അപ്ലൈ ചെയ്യുന്നു. അത് എക്സാക്ട്ലി ബൗണ്ടറി കണ്ടീഷൻ അല്ല, അതൊരു പ്രോബബിലിറ്റി കണ്ടീഷനാണ്. ദാറ്റ് മീൻസ് ഇൻ്റഗ്രൽ 0 to l psi psi star dx equal to 1. What do you mean by integral sum a to b psi psi star dx? Integral a to b psi psi star dx എന്ന് പറയുന്നത് a എന്ന പൊസിഷൻ മുതൽ b എന്ന പൊസിഷൻ വരെ പാർട്ടിക്കിളിനെ, നമ്മൾ ഡീൽ ചെയ്യുന്ന പാർട്ടിക്കിളിനെ കാണാനുള്ള പ്രോബബിലിറ്റിയാണ് ഇൻ്റഗ്രൽ എ ടു ബി psi psi star dx എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത്. Then what is integral 0 to l psi psi star dx? It is the probability of finding particle from the position 0 to l. 0 to l എന്ന് പറയുന്നത് എന്താ, മുഴുവൻ സ്ക്വയർ വെൽ പൊട്ടൻഷ്യൽ, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ബോക്സ് മുഴുവൻ കവർ ചെയ്ത് കഴിഞ്ഞു. സോ we are sure that we are 100% sure that we will find particle inside that box. ആ ബോക്സിനുള്ളിൽ എന്തായാലും പാർട്ടിക്കിളിനെ കണ്ടെത്തും. സോ ദ പ്രോബബിലിറ്റി ഈക്വൽ ടു 1 or integral 0 to l psi psi star dx equal to 1. വാട്ട് ഈസ് ദിസ് psi star? psi star എന്ന് പറയുന്നത് കോംപ്ലക്സ് കോൺജുഗേറ്റ് ഓഫ് വേവ് ഫംഗ്ഷൻ്റെ കോംപ്ലക്സ് കോൺജുഗേറ്റ് ആണ്. വി ഓൾറെഡി ഡിസ്കസ്ഡ് ദാറ്റ് ദ വേവ് ഫംഗ്ഷൻ ഈസ് എ കോംപ്ലക്സ് ഫംഗ്ഷൻ, സോ ദർ വിൽ ബി കോംപ്ലക്സ് കോൺജുഗേറ്റ്. പക്ഷേ നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്ന വേവ് ഫംഗ്ഷൻ എന്താ, ഒരു റിയൽ ഫംഗ്ഷൻ ആണ്. സോ അതിൻ്റെ കോംപ്ലക്സ് കോൺജുഗേറ്റും റിയൽ ഫംഗ്ഷനും സെയിം ആയിരിക്കും. സോ psi star means put the expression of wave function here. എന്ത് ചെയ്യുന്നു, ഈ ഇക്വേഷനിൽ നമ്മൾ വേവ് ഫംഗ്ഷൻ്റെ എക്സ്പ്രഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സോ വി വിൽ ഗെറ്റ് 0 to l a sin n pi x by l into a sin n pi x by l dx equal to 1. ഈ ഇക്വേഷനെ റെഡ്യൂസ് ചെയ്ത് നമ്മൾ ദെൻ വി റെഡ്യൂസ് ദിസ് ഇക്വേഷൻ നമ്മൾ റെഡ്യൂസ് ചെയ്ത് അവസാനം എന്ത് കിട്ടി, വി വിൽ ഗെറ്റ് ആൻ എക്സ്പ്രഷൻ ഫോർ എ. കോൺസ്റ്റന്റ് എക്ക് നമുക്ക് ഇങ്ങനെ എൽ വെച്ചിട്ടുള്ള ഒരു എക്സ്പ്രഷൻ കിട്ടി. വാട്ട് ഈസ് എൽ? എൽ ഈസ് ദ ലെങ്ത് ഓഫ് ദി ഡയമെൻഷൻ ഓഫ് ദി സ്ക്വയർ വെൽ പൊട്ടൻഷ്യൽ. ഈ സ്ക്വയർ വെൽ പൊട്ടൻഷ്യലിന്റെ ലെങ്ത് ആണ് എൽ. സോ വി വിൽ ഗെറ്റ് വാട്ട് ഈസ് ദ some value, we get some value for this constant a. So our wave function now becomes psi of x equal to root 2 by l sin n pi x by l. ഇപ്പം നമ്മുടെ വേവ് ഫംഗ്ഷൻ റെഡ്യൂസ് ചെയ്ത് അവസാനം ഒരു എക്സ്പ്രഷനിലേക്ക് എത്തി. ആൻഡ് വാട്ട് ഇറ്റ് ലുക്സ് ലൈക്ക് psi of x equal to root of 2 by l sin n pi x by l. And now this is a wave function of a particle in a box of length l. ഈ psi of x എന്ന് പറയുന്ന എക്സ്പ്രഷൻ എന്തിനാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? ഇറ്റ് റെപ്രസെന്റ്സ് എ പാർട്ടിക്കിൾ ഇൻ എ സ്ക്വയർ വെൽ പൊട്ടൻഷ്യൽ ഓഫ് സം ലെങ്ത് എൽ ഉള്ള ഒരു വൺ ഡയമെൻഷണൽ സ്ക്വയർ വെൽ പൊട്ടൻഷ്യൽ അകപ്പെട്ടിരിക്കുന്ന പാർട്ടിക്കിളിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു ഫംഗ്ഷനാണ്, അല്ലെങ്കിൽ വേവ് ഫംഗ്ഷനാണ് എന്ത്, നൗ psi of x. ഓക്കെ, ഇതൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ അതിൻ്റെ ഡെറിവേഷൻ്റെ രണ്ടാം ഭാഗമാണ് നമ്മളിപ്പോൾ നോക്കുന്നത്. അതുകൊണ്ടാണ് ഇത്രയും സമയം അത് പറയാൻ ഉദ്ദേശിച്ചത്. ഓക്കെ, അതിൻ്റെ കണ്ടിന്യൂറ്റി കിട്ടാൻ വേണ്ടി. നൗ നമുക്ക് അവിടെ വേവ് ഫംഗ്ഷൻ കിട്ടി, അതവിടെ വെക്കുക. നൗ വാട്ട് ആർ ദി എനർജി ഏഗൻ വാല്യൂസ്, അല്ലെങ്കിൽ നൗ വി ആർ ഡിറൈവിങ് ദ ഫസ്റ്റ് പ്രോപ്പർട്ടി. ഈ ഒരു പാർട്ടിക്കിളിൻ്റെ ഒരു ആദ്യത്തെ പ്രോപ്പർട്ടി നമ്മൾ ഡിറൈവ് ചെയ്യാൻ പോകണം. ഇത് ഓർമ്മയുണ്ടോ? കെ സ്ക്വയർ എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്തിരുന്നു. അതായത് സ്ക്രോഡിഞ്ചേഴ്സ് ഇക്വേഷൻ ആദ്യം എടുത്ത കാര്യം ഓർമ്മയുണ്ടോ? ദാറ്റ് മീൻസ് okay, we can go back to the derivation. In the starting of derivation,
the Schrodinger's equation become in a reduced form. That means dou square psi by dou x square plus by 2 me by h cut square psi. Here we take that k square is equal to 2 me by h cut square. നമ്മൾ ഇവിടെ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ എടുത്തിരുന്നു, അതായത് k 2 me by h cut square എന്ന് പറയുന്ന എക്സ്പ്രഷൻ വരെ നമ്മൾ എന്ത് ചെയ്തു, വി പുട്ട് ഇറ്റ് ദാറ്റ് as k square. നമ്മൾ k square എന്ന് പറയുന്ന കോൺസ്റ്റന്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിരുന്നു. ഹിയർ വി ആർ സീയിങ് ദ സെയിം തിങ്. അതൊന്നുകൂടി നമ്മൾ ഒന്നുകൂടി എടുത്ത് എഴുതുകയാണ് ഈ എനർജി eigen വാല്യൂ കണ്ടുപിടിക്കുന്ന സമയത്ത്. k square is equal to 2me by h cut square. This is first expression, and from the boundary condition 1 we get kl is equal to n pi. ഇത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, ഡിറൈവ് ചെയ്ത് വരുമ്പം ഹിയർ വി ഹാവ് നമ്മൾ when we apply the second boundary condition we get the condition, അതായത് at psi x equal to l psi of x equal to 0 എന്ന് പറയുന്ന ബൗണ്ടറി കണ്ടീഷൻ അപ്ലൈ ചെയ്യുന്ന സമയത്ത് we get the expression that means sin kl should be 0. That means kl should be some multiple of n pi or k is equal to some n pi by l. അതേ എക്സ്പ്രഷൻ ആണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അതായത് ലുക്ക് ഹിയർ, നമ്മൾ ഡെറിവേഷനിലേക്ക് പോകുമ്പോൾ കെ എൽ ഈസ് ഈക്വൽ ടു എൻ പൈ. അതായത് ഇതെന്ന് പറയുന്നത് ആദ്യം സ്ക്രോഡിഞ്ചേഴ്സ് ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ എടുത്ത സബ്സ്റ്റിറ്റ്യൂഷൻ. ഇതെന്ന് പറയുന്നത് നമുക്ക് ബൗണ്ടറി കണ്ടീഷൻ അപ്ലൈ ചെയ്ത് കിട്ടിയ എക്സ്പ്രഷൻ ആണ്. ഓക്കെ, നൗ വി ക്യാൻ റൈറ്റ് കെ ഈസ് ഈക്വൽ ടു എൻ പൈ ബൈ എൽ ഓർ സ്ക്വയർ ദിസ് ഓൾ ടേം, ഈ രണ്ട് ടേം സ്ക്വയർ ചെയ്യുക. ദെൻ വി വിൽ ഗെറ്റ് കെ സ്ക്വയർ ഈസ് ഈക്വൽ ടു എൻ സ്ക്വയർ പൈ സ്ക്വയർ എൽ സ്ക്വയർ. സോ വി ഗെറ്റ് ടു എക്സ്പ്രഷൻ ഫോർ കെ സ്ക്വയർ. കെ സ്ക്വയറിന്റെ കേസിൽ നമുക്ക് രണ്ട് എക്സ്പ്രഷൻ കിട്ടി. ഫസ്റ്റ് എക്സ്പ്രഷൻ ഈസ് ജസ്റ്റ് എ സബ്സ്റ്റിറ്റ്യൂഷൻ ഓഫ് സം ടേംസ് 2me by h cut square എന്ന് പറയുന്ന വലിയൊരു ടേമിന്റെ സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. ഹിയർ വി ഹാവ് we derived an expression for k square from the boundary condition. So we can equalize രണ്ട് k square നമുക്ക് ഈക്വലൈസ് ചെയ്യാൻ പറ്റും. That means n square pi square by l square equal to 2me by h cut square. Okay, now ഈക്വേഷൻ ഒന്ന് റീഅറേഞ്ച് ചെയ്യുക. അതായത് ഇ എന്ന് പറയുന്നത് എന്താണ്, എനർജിയാണ്, എനർജി ഓഫ് ദി പാർട്ടിക്കിൾ ആണ്. നൗ ഈനെ നമ്മളൊന്നും കൂടി ഈ ഒരു സൈഡിലേക്ക് കൊണ്ട്, അല്ലെങ്കിൽ ഇ എന്ന് പറയുന്ന ഈ ടേമിനെ നമ്മൾ എന്ത് ചെയ്യുക, റൈറ്റ് ഹാൻഡ് സൈഡിൽ തന്നെ വെക്കുക. എന്നിട്ട് ബാക്കി എല്ലാ ടേംസിനും അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകുക. എച്ച് കട്ട് സ്ക്വയർ ഇൻറ്റു പൈ സ്ക്വയർ. വാട്ട് ഈസ് എച്ച് കട്ട് സ്ക്വയർ? എച്ച് കട്ട് ഈസ് ഈക്വൽ ടു എച്ച് ബൈ 2 പൈ. എച്ച് കട്ട് എന്ന് പറയുന്നത് റെഡ്യൂസ്ഡ് പ്ലാങ്ക്സ് കോൺസ്റ്റന്റും എച്ച് എന്ന് പറയുന്നത് പ്ലാങ്ക്സ് കോൺസ്റ്റന്റും ആണ്. സോ എച്ച് കട്ട് സ്ക്വയർ മീൻസ് എച്ച് സ്ക്വയർ ബൈ 4 പൈ സ്ക്വയർ. സോ ഈ എച്ച് കട്ട് സ്ക്വയറിന് വരെ നമ്മൾ എച്ച് സ്ക്വയർ ബൈ 4 പൈ സ്ക്വയർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്യുക, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. ദെൻ വി വിൽ ഗെറ്റ് ആൻ എക്സ്പ്രഷൻ ഫോർ എനർജി ആസ് എൻ സ്ക്വയർ എച്ച് സ്ക്വയർ ബൈ 8ml സ്ക്വയർ. നമുക്ക് എന്ത് കിട്ടും, എനർജിക്ക് ഒരു എക്സ്പ്രഷൻ കിട്ടും. ആൻഡ് ലുക്ക് കെയർഫുള്ളി, ഈ എനർജിയുടെ എക്സ്പ്രഷൻ ഒന്ന് ശരിക്കും നോക്കിക്കേ. എനർജി ഇ ഈസ് ഈക്വൽ ടു എൻ സ്ക്വയർ എച്ച് സ്ക്വയർ 8ml സ്ക്വയർ. ഹിയർ വി ഹാവ് എൻ സ്ക്വയർ. എന്താണ് ഈ എൻ? എന്താണ് എൻ എന്ന് പറയുന്നത്? നമ്മൾ ബൗണ്ടറി കണ്ടീഷൻ അപ്ലൈ ചെയ്യുമ്പം കെ എൽ ഈസ് ഈക്വൽ ടു എൻ പൈ. അതായത് എൻ എന്ന് പറയുന്നത് ഇൻഡിജർ ആണ്. എൻ ഈസ് ഈക്വൽ ടു 1 2 3 4 5 6 എങ്കിൽ മാത്രമേ സൈൻ കെ എൽ 0 ആവുമായിരുന്നുള്ളൂ. ദാറ്റ് ഈസ് ദ കണ്ടീഷൻ, സെക്കൻഡ് ബൗണ്ടറി കണ്ടീഷൻ. സോ ഹിയർ വി നോ ദാറ്റ് എൻ ഈസ് സം ഇൻഡിജർ ആൻഡ് എനർജി വി ക്യാൻ റൈറ്റ് എനർജി ഇൻ ദ ടേംസ് ഓഫ് സം സ്ക്വയർ ഓഫ് ഇൻഡിജർ. അതായത് എനർജി എന്ന് പറയുന്നത് ഇൻഡിജറിന്റെ ടേംസിലാണ് നമ്മൾ എഴുതുന്നത്. അതായത് പുട്ട് എൻ ഈസ് ഈക്വൽ ടു 1, then we will get h square by 8ml square. n equal to 1 ഉള്ളപ്പോൾ എനർജി. then put n is equal to 2, we will get 2 square or 4h square by 8ml square. So that means energy of a particle inside a square well potential is quantized or it is a multiple of square of integer n. n എന്ന് പറയുന്ന ഇൻഡിജറിന്റെ അല്ലെങ്കിൽ n എന്ന് പറയുന്ന ടേമിന്റെ മൾട്ടിപ്പിൾസ് ആയിട്ട് എനർജി ഈ പാർട്ടിക്കിളിന്റെ കേസിൽ പൊസസ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഈ സ്ക്വയർ വെൽ പൊട്ടൻഷ്യലുള്ള പാർട്ടിക്കിളിന് ഏതൊക്കെ എനർജിയെ പൊസസ് ചെയ്യാൻ പറ്റുള്ളൂ? ഒന്നാമത്തത് ഫസ്റ്റ് വൺ ഈസ് എച്ച് സ്ക്വയർ ബൈ 8ml സ്ക്വയർ. സെക്കൻഡ് വൺ ഈസ് 4h സ്ക്വയർ ബൈ 8ml സ്ക്വയർ. നൗ പുട്ട് n ഈസ് ഈക്വൽ ടു 3 സ്ക്വയർ 9h സ്ക്വയർ ബൈ 8ml സ്ക്വയർ. അതായത് ഈ എച്ച് സ്ക്വയർ ബൈ 8ml സ്ക്വയർ എന്ന് പറയുന്ന ടേമിന്റെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള എനർജിയെ പൊസസ് ചെയ്യാൻ പറ്റുള്ളൂ. അതും എല്ലാ ഇൻഡിജർ മൾട്ടിപ്പിളും പറ്റൂല. സ്ക്വയർ ടേംസ് 1 4 9 16 തുടങ്ങിയ ടേംസ് ആണ്. ഒരിക്കലും 2h സ്ക്വയർ ബൈ 8ml സ്ക്വയർ എന്ന് പറയുന്ന എനർജി പൊസസ് ചെയ്യാൻ എന്തിനു പറ്റൂല? ഈ പാർട്ടിക്കിളിന് പറ്റില്ല. സോ നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായി കാണും വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ദി ടേം ക്വാണ്ടം മെക്കാനിക്സ്. എന്തുകൊണ്ടാണ്
ഈ ബ്രാഞ്ച് ഓഫ് മെക്കാനിക്സിനെ ക്വാണ്ടം മെക്കാനിക്സ് എന്ന് വിളിക്കുന്നതിന് കാരണം വൈ ഹിയർ വി സീ ദാറ്റ് എനർജി ഈസ് ക്വാണ്ടൈസ്ഡ്. അതായത് ഈ നമ്മുടെ ഈ പാർട്ടിക്കിൾ സ്ക്വയർ വെൽ പൊട്ടൻഷ്യലിന് ഇൻസൈഡിൽ റിസൈഡ് ചെയ്യുന്ന പാർട്ടിക്കിളിന് അതിനെന്ത് ചെയ്യാം, അതിന് ചില എനർജി മാത്രമേ പൊസസ് ചെയ്യാൻ പറ്റുള്ളൂ. അതായത് ഇപ്പം അതൊരു കൺസിഡർ ദാറ്റ് ഈസ് എ ക്ലാസിക്കൽ പാർട്ടിക്കിൾ. അതിൻ്റെ വ്യത്യാസം മനസ്സിലാണെങ്കിൽ ക്ലാസിക്കൽ പാർട്ടിക്കിളായിട്ട് കമ്പയർ ചെയ്യണം. കൺസിഡർ ദാറ്റ് ഈസ് എ ക്ലാസിക്കൽ പാർട്ടിക്കിൾ. when we are applying the laws of classical mechanics, it is the energy is continuous. എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പം ഒരു ഫോർ എക്സാമ്പിൾ ഒരു ഫിസിക്കൽ കൺസിഡർ എ പാർട്ടിക്കിൾ വിച്ച് ഇസ് ട്രാപ്ഡ് ഇൻസൈഡ് എ ഫിസിക്കൽ വെൽ. അതായത് ഒരു ഫിസിക്കൽ വെൽ നമ്മൾ സാധാരണ കാണുന്ന കിണറിൽ ട്രാപ്പ് ചെയ്ത ഒരു ക്രിക്കറ്റ് ബോളോ അതിനൊന്ന് അസ്യൂം ചെയ്യുക. what are the energies that can be possessed by that object? ആ ഒരു ഒബ്ജക്റ്റിന് എത്രത്തോളം എനർജി പൊസസ് ചെയ്യാൻ പറ്റും? അതിന് ഏത് എനർജി വേണമെങ്കിലും പൊസസ് ചെയ്യാൻ പറ്റും. അത് കണ്ടിന്യൂസ് ആണ്. പക്ഷേ ലുക്ക് അറ്റ് ഹിയർ, when a quantum particle is trapped inside a square well potential, it can only possess some of the energies. Energy is quantized. ചില എനർജി മാത്രമേ പൊസസ് ചെയ്യാൻ പറ്റുള്ളൂ. ആൻഡ് ഇത് ജസ്റ്റ് ഇതൊരു സ്ക്വയർ വെൽ പൊട്ടൻഷ്യലിൽ മാത്രം അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ഇറ്റ് ഹാസ് ലാർജ് ഇംപ്ലിക്കേഷൻസ്. ഇതിന് വലിയ വലിയ അപ്ലിക്കേഷൻസ് ഉണ്ട് നിങ്ങൾ വിചാരിക്കാത്ത. കാരണം ദിസ് ക്യാൻ പ്രൂവ് ദ ബോർ മോഡൽ പ്രൂവ് ചെയ്യാൻ ഇതിനെ കൊണ്ട് പറ്റും. ബോർ മോഡൽ ആദ്യത്തെ കാലത്ത് ബോർ മോഡൽ ഒരു ഫെയിലിയർ ആയിരുന്നു. ബിക്കോസ് ബോർ സെഡ് ദാറ്റ് ഇലക്ട്രോൺസ് ഈസ് റിവോൾവിങ് അറൌണ്ട് സം ന്യൂക്ലിയസ്. വാട്ട് ഡിഡ് ബോർ മോഡൽ സേ? ബോർ മോഡൽ എന്താണ് പറഞ്ഞത്? ഇലക്ട്രോൺ എന്ന് പറയുന്നത് ന്യൂക്ലിയസിന് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ബട്ട് ഇറ്റ് കോൺട്രഡിക്ട്സ് ദ ലോസ് ഓഫ് ക്ലാസിക്കൽ മെക്കാനിക്സ്, അല്ലെങ്കിൽ മാക്സ്വെൽസ് ലോസിനെയൊക്കെ അത് വളരെയധികം കോൺട്രഡിക്ട് ചെയ്തിരുന്നു. ഇലക്ട്രോൺ ചാർജ്ഡ് പാർട്ടിക്കിൾ ആണ്. ഈ ഇലക്ട്രോൺ ഈസ് ചാർജ്ഡ് പാർട്ടിക്കിൾസ് അതെന്ത് ചെയ്യും? അത് ന്യൂക്ലിയസിന് ചുറ്റും റിവോൾവ് ചെയ്യുന്ന സമയത്ത് അതിന്റെ എനർജി ലോസ് ചെയ്യും, അവസാനം ന്യൂക്ലിയസിലേക്ക് തന്നെ ഫാൾ ചെയ്യണം അക്കോർഡിംഗ് ടു ക്ലാസിക്കൽ മെക്കാനിക്സ്. ബട്ട് ലുക്ക് അറ്റ് ഹിയർ, നമ്മൾ ഇവിടെ പഠിക്കുന്ന സ്ക്വയർ വെൽ പൊട്ടൻഷ്യലിനെ കുറിച്ചാണ്. ഇനി വേറൊരു പൊട്ടൻഷ്യൽ എടുക്കുക. ഇപ്പൊ ന്യൂക്ലിയർ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് സം ടൈപ്പ് ഓഫ് വി ക്യാൻ കോൾ ന്യൂക്ലിയർ പൊട്ടൻഷ്യലിന്റെ ഏറ്റവും അടുത്ത മോഡൽ യുക്കാവ പൊട്ടൻഷ്യൽ എന്നൊക്കെ പറയും. ആ ഒരു പൊട്ടൻഷ്യലിനുള്ളിൽ പാർട്ടിക്കിൾ ട്രാപ്പ് ചെയ്യപ്പെട്ടാലും എന്താണ്, ഇറ്റ് ക്യാൻ ഓൾസോ ഓൺലി പോസസ് സം എനർജി ലെവൽസ്. നമ്മൾ സ്ക്വയർ വെൽ പൊട്ടൻഷ്യലിന്റെ കാര്യമാണ് പറഞ്ഞത്. സ്ക്വയർ വെൽ പൊട്ടൻഷ്യലിനുള്ളിൽ ഒരു ക്വാണ്ടം മെക്കാനിക്കൽ പാർട്ടിക്കിൾ ട്രാപ്പ് ചെയ്യപ്പെട്ട അതിന് ചില എനർജി മാത്രമേ പൊസസ് ചെയ്യാൻ പറ്റുള്ളൂ. സിമിലർലി ന്യൂക്ലിയർ പൊട്ടൻഷ്യലിന്റെ കേസിൽ എടുത്താൽ നമ്മൾ സ്ക്വയർ വെൽ പൊട്ടൻഷ്യൽ ന്യൂക്ലിയർ പൊട്ടൻഷ്യൽ ഈസ് നോട്ട് എക്സാക്ട്ലി സ്ക്വയർ വെൽ പൊട്ടൻഷ്യൽ, പക്ഷെ അതുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റും. പക്ഷെ അതിന്റെ കേസിലും എന്താണ്, അത് ഇലക്ട്രോൺ അല്ല. ഇലക്ട്രോൺ ഈസ് എ പാർട്ടിക്കിൾ വിച്ച് ഷോസ് ഡുവൽ ബിഹേവിയർ കാണിക്കുന്ന പാർട്ടിക്കിൾ ആണ് ഇലക്ട്രോൺ. സോ if we take the nuclear potential in case of a square well in the case of a square well potential, what we see, the electron in a nuclear potential which is trapped. ഇലക്ട്രോൺ ഒരു തരത്തിൽ ഈ ന്യൂക്ലിയർ പൊട്ടൻഷ്യൽ ട്രാപ്പ് ചെയ്യപ്പെട്ട് കിടക്കുകയാണ്. അതിനും എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? അതിനും ഇവിടെ കൊടുത്തിരിക്കുന്ന ഇക്വേഷനെ ബേസ് ചെയ്ത് നമുക്ക് പറയാൻ പറ്റും. based on this equation we can say that it can only possess some energy levels. So why is that? So that is the reason why the electron possess some of the energy levels in an atom. ഒരു ആറ്റത്തിൽ ഒരു ഇലക്ട്രോൺ ചില എനർജി ലെവൽസ് മാത്രം പൊസസ് ചെയ്യുന്നതിന് കാരണം എന്താണെന്ന് നമുക്ക് മനസ്സിലായി. What is the reason? Because of the quantum mechanical properties of electron in the square well potential. എന്താണ് ഈ സ്ക്വയർ വെൽ പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ ഒരു കറസ്പോണ്ടിങ് പൊട്ടൻഷ്യലിൽ ഈ പാർട്ടിക്കിൾ എന്ന് പറയുന്നത് ഇലക്ട്രോൺ ആയതുകൊണ്ട് തന്നെ ഇറ്റ് ഷോസ് ഡ്യുവൽ ബിഹേവിയർ. സോ ഇറ്റ് ക്യാൻ ഓൺലി പോസസ് സം ഓഫ് ദി എനർജി ലെവൽസ്. ഈ ഒരു കൺസെപ്റ്റിനെ ബേസ് ചെയ്തുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, പല ഹൈഡ്രജൻ ആറ്റത്തിന്റെ ആയാലും ഹീലിയം ആറ്റത്തിന്റെ ആയാലും ഇലക്ട്രോണിന്റെ എനർജി ലെവൽസ് ഒക്കെ വി ക്യാൻ കാൽക്കുലേറ്റ് യൂസിങ് ദിസ് ഐഡിയ. സോ നിങ്ങൾ ഒരു സ്ക്വയർ വെൽ പൊട്ടൻഷ്യൽ എന്ന് പഠിക്കുമ്പം ജസ്റ്റ് അതൊരു ഡെറിവേഷൻ ആയിട്ട് പഠിക്കാതെ ആലോചിച്ച് നോക്കുക, അതിന് എത്രത്തോളം വലിയ ഇംപ്ലിക്കേഷൻസ് ഉണ്ട്, അത് എത്രത്തോളം വലിയ അപ്ലിക്കേഷൻസ് ഉണ്ടെന്ന് മനസ്സിലാക്കി നോക്കുക. സോ ആൻഡ് യൂസിങ് ദിസ് വി ക്യാൻ predict what are the energy of spectral lines. നമുക്ക് ഇത് യൂസ് ചെയ്തുകൊണ്ട് എന്ത് പറ്റും, ഈ പൊട്ടൻഷ്യലൊക്കെ കറക്റ്റ് ന്യൂക്ലിയർ പൊട്ടൻഷ്യലിന്റെ എക്സ്പ്രഷനൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, വി ക്യാൻ predict what are the energies of spectral lines. അതായത് ഒരു സ്പെക്ട്രൽ ലൈൻ എന്ന് പറഞ്ഞാൽ എന്താ, എനർജി ലെവൽസിൽ തമ്മിൽ ഇലക്ട്രോൺ ട്രാൻസിഷൻ നടക്കുമ്പോൾ ഉള്ള എമിഷൻ ആണ് സ്പെക്ട്രൽ ലൈൻസ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. സോ യൂസിങ് ദിസ് വി ക്യാൻ predict what are the energy or the frequency of the spectral lines we are absorbing or emitting. Okay, അതാണ് എനർജി എന്ന് പറയുന്നത്. അപ്പം മെയിൻ കൺസെപ്റ്റ് ആലോചിക്കുക. നമ്മൾ ഈ സ്ക്വയർ വെൽ പൊട്ടൻഷ്യൽ ഡിറൈവ് ചെയ്യുമ്പോൾ വാട്ട് ഈസ് ദ മെയിൻ കൺസെപ്റ്റ്? സോ
നമ്മൾ സ്ക്രോഡിഞ്ചേഴ്സ് ഇക്വേഷൻ using Schrodinger's equation we derived the wave function, and at last we derived an expression for energy. And it is important because using all these derivations we reached a conclusion that energy is some multiple of n square. That means energy is quantized for a particle which is trapped in square well potential. Okay, and the wave function looks like this. Wave function എന്ന് പറയുന്ന ഒരു eigen function ആണ്. We can call that an eigen function, and energy eigen values is given by above expression. അതായത് ഇതാണല്ലോ നമ്മൾ നേരത്തെ ഡിറൈവ് ചെയ്തെടുത്ത wave function. And if we plot this wave function, നമ്മൾ ഈ wave function പ്ലോട്ട് ചെയ്യാന്നിരിക്കട്ടെ, for n is equal to 1, എന്ത് ചെയ്യുന്നു, n is equal to 1 പ്ലോട്ട് ചെയ്താൽ this wave function should look like this. n equal to 1 എന്ന് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താ, wave function should look like this. If we substitute n is equal to 2, then wave function should look like this. നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. സൈറ്റ് 2 എന്ന് ഞാനിവിടെ നോട്ട് ചെയ്തിട്ടില്ലേ. സോ വേവ് ഫംഗ്ഷൻ ലുക്ക് ലൈക്ക് ദിസ്. അതായത് ഈ ഒരു എക്സ്പ്രഷനിൽ ഈ this is the general expression. We are substituting n is equal to 1, 2, 3, and for each wave function the particle should have certain energy. അതായത് ഓരോ വേവ് ഫംഗ്ഷൻ n is equal to 1 ആകുമ്പോൾ എന്താണ്, കറസ്പോണ്ടിങ് എനർജി ഉണ്ടാവും. ഫോർ n is equal to 2 there will be another corresponding energy. സോ ഇത് വേവ് ഫംഗ്ഷൻ, നമ്മൾ വേവ് ഫംഗ്ഷനെ ഒരു വിഷ്വലി പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ it should look like this. Okay, at some x equal to 0 to x equal to l, and more importantly it looks like a standing wave. ഇതെന്താ, ഒരു സ്റ്റാൻഡിങ് വേവിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് നിൽക്കുന്നത്. ഓക്കെ, സോ നമ്മളൊരു ആറ്റത്തിന്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ ന്യൂക്ലിയർ പൊട്ടൻഷ്യലിൽ ട്രാപ്പ് ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരു ഇലക്ട്രോണിന്റെ ഒക്കെ കേസിൽ ദ എക്സ്പ്രഷൻ ഓഫ് വേവ് ഫംഗ്ഷൻ ബിക്കംസ് മോർ കോംപ്ലക്സ്. ഇതെന്ന് പറയുന്നത് സിമ്പിൾ ആയിട്ടുള്ള ബേസിക് സ്ക്വയർ വെൽ പൊട്ടൻഷ്യലിൽ ട്രാപ്പ് ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരു പാർട്ടിക്കിളിന്റെ വേവ് ഫംഗ്ഷൻ ആണ്. ഇനി ഒരു ആറ്റോമിക് സ്കെയിൽ എടുക്കുകയാണ്, ഇഫ് വി ടേക്ക് ഹീലിയം ആറ്റം, നമ്മൾ കൂടുതൽ പൊട്ടൻഷ്യൽ ഇലക്ട്രോൺസും പ്രോട്ടോൺസും ഒക്കെ കൂടി ചേരുന്ന വലിയ വലിയ ആറ്റത്തിന്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ ദ വേവ് ഫംഗ്ഷൻ ലുക്സ് മോർ ആൻഡ് മോർ കോംപ്ലക്സ്. വലിയ കോംപ്ലക്സ് ഫംഗ്ഷൻ ആയിരിക്കും വേവ് ഫംഗ്ഷൻ. ആ ഒരു കേസിൽ നമ്മൾ കൂളം പൊട്ടൻഷ്യൽ അതുപോലെ മറ്റ് പല പൊട്ടൻഷ്യലും അക്കൗണ്ട് എടുക്കേണ്ടി വരും. സോ ആ വേവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഷുഡ് ലുക്ക് ലൈക്ക് കോംപ്ലക്സ്. സോ നമുക്കിവിടെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെ പഠിക്കാനുള്ളൂ. ബേസിക് കാര്യങ്ങൾ പഠിക്കുമ്പോൾ തന്നെ ആലോചിക്കുക ഇതിന്റെ എത്രത്തോളം വലിയ അപ്ലിക്കേഷൻസ് ഉണ്ടെന്ന് ആലോചിക്കാം. ഓക്കെ, സോ ആ സ്ക്വയർ വെൽ പൊട്ടൻഷ്യൽ എന്ന് പറയുന്ന ആ ഭാഗം കഴിഞ്ഞു. സോ വാട്ട് ഈസ് ദ തിങ് വി ലേൺ ഫ്രം ദാറ്റ് തിങ്? അതായത് ഒന്നുമില്ല, ജസ്റ്റ് ഒരു സ്ക്വയർ വെൽ പൊട്ടൻഷ്യൽ ക്വാണ്ടം മെക്കാനിക്കൽ പാർട്ടിക്കിൾ എടുത്തു കഴിഞ്ഞാൽ ദ പ്രോപ്പർട്ടീസ് ഓഫ് ദാറ്റ് പാർട്ടിക്കിൾ ക്യാൻ ബി ഡിറൈവ്ഡ് യൂസിങ് Schrodinger's equation, and at last we reached that one of the main properties of a particle, ഒരു പാർട്ടിക്കിളിന്റെ വൺ ഓഫ് ദി മെയിൻ പ്രോപ്പർട്ടീസ് എന്താ, എനർജി. ദാറ്റ് എനർജി ഈസ് ക്വാണ്ടൈസ്ഡ്. സോ ക്വാണ്ടം മെക്കാനിക്സ് ആ പേര് വരാൻ തന്നെയുള്ള കാരണം നമുക്ക് ആ ഒരു ഭാഗത്ത് നമുക്ക് പഠിക്കാൻ പറ്റും. Now one of the last portion in this പാർട്ട്, ക്വാണ്ടം മെക്കാനിക്സ് എന്ന പാർട്ടിന്റെ ഒരു വൺ ഓഫ് ദി ലാസ്റ്റ് പോർഷൻ ആണ് ക്വാണ്ടം മെക്കാനിക് ടണലിംഗ്. ഇതിന്റെ തിയററ്റിക്കൽ പാർട്ട് അല്ലെങ്കിൽ മാത്തമാറ്റിക്കൽ പാർട്ടൊന്നും നിങ്ങൾക്ക് പഠിക്കാനില്ല. കൺസിഡർ ഇഫ് എ ക്ലാസിക്കൽ വേവ് ഈസ്, നമ്മൾ അക്കോർഡിംഗ് ടു റൂൾസ് ഓഫ് ക്ലാസിക്കൽ മെക്കാനിക്സ് വാട്ട് ഹാപ്പൻസ് ഇഫ് എ വേവ് ഈസ് ഇൻസിഡന്റ് ഇൻ ദിസ് പൊട്ടൻഷ്യൽ വാൾ. Here we have two potential walls at x equal to 0 and x equal to l. നമ്മൾ സ്ക്വയർ വെൽ പൊട്ടൻഷ്യൽ പഠിച്ചതുപോലെ തന്നെ രണ്ട് പൊട്ടൻഷ്യൽ വാൾസ് ഉണ്ട്. ബട്ട് ദർ ഇസ് എ ഡിഫറൻസ്. അവിടെയുള്ള പൊട്ടൻഷ്യൽ വാളിന്റെ ഒക്കെ പൊട്ടൻഷ്യൽ ഹെയ്റ്റ് എന്ന് പറയുന്നത് ഇൻഫിനിറ്റി ആയിരുന്നു. അതായത് ഒരു തരത്തിലും പാർട്ടിക്കിളിന് അങ്ങോട്ടോ ഇങ്ങോട്ടോ മൂവ് ചെയ്യാൻ പറ്റാത്ത ഒരു സ്ഥിതിയായിരുന്നു. Here we have the potential wall of height, at a potential height v0 എന്ന് പറയുന്നത് potential height ആണ്. So consider the laws of classical mechanics. Classical mechanics le laws consider ചെയ്യാം. What happens if a particle or an incident wave is incident on in this potential wall? ഈ potential wall ഒരു particle, consider the particle of energy E. എനർജി ഇ ഉള്ളൊരു പാർട്ടിക്കിൾ ഈ പൊട്ടൻഷ്യൽ വാൾ ഇൻസിഡന്റ് ചെയ്ത് എന്ത് സംഭവിക്കും? ഇഫ് ദ എനർജി ഈസ് ലെസ് ദാൻ v0 എന്ന പൊട്ടൻഷ്യലിനേക്കാളും എനർജി കുറവുള്ള പാർട്ടിക്കിൾ ആണെങ്കിൽ, ഇഫ് ദാറ്റ് എനർജി ഈസ് ലെസ് ദാൻ v0 ദർ ഈസ് നോ പ്രോബബിലിറ്റി ഓഫ് ഫൈൻഡിങ് ദിസ് പാർട്ടിക്കിൾ ഇൻ ദിസ് ഏരിയ. ഇതൊരു പൊട്ടൻഷ്യൽ വാളാണ്, ഒരു പാർട്ടിക്കിൾ വന്ന് ഇൻസിഡന്റ് ചെയ്യുന്നു. അപ്പൊ ഈ പൊട്ടൻഷ്യലിനേക്കാളും എന്താണ് എനർജി കുറവാണെങ്കിൽ എന്ത് സംഭവിക്കും? According to laws of classical mechanics, there is no probability of finding particle in this area. Or if the energy is greater than this v0, energy എന്ന് പറയുന്നത് v0 ഈ പൊട്ടൻഷ്യൽ വാളിനേക്കാളും ഹെയ്റ്റിനേക്കാളും കൂടുതലാണെങ്കിൽ എന്താ,
there is a probability of finding particle in this wave. അതായത് ഒരു റിഫ്ലക്റ്റഡ് വേവും ഉണ്ടാവും, ഒരു ട്രാൻസ്മിറ്റഡ് വേവും ഉണ്ടാവും, അക്കോർഡിംഗ് ടു ലോസ് ഓഫ് ക്ലാസിക്കൽ മെക്കാനിക്സ്. ഈ പൊട്ടൻഷ്യൽ വാൾ എന്ന് പറയുന്നത് ചെറിയൊരു മതിലായിട്ട് നിങ്ങൾക്ക് കണക്ക് കൂട്ടിയാൽ മതി. അപ്പോൾ നിങ്ങൾ ഇവിടെ നിന്നൊരു ഒബ്ജക്റ്റ് ത്രോ എറിഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അതിന് എനർജി ഉണ്ടെങ്കിൽ ഈ ആ ഹൈറ്റ് മറികടക്കാൻ പറ്റും, എനർജി ഇല്ലെങ്കിൽ പറ്റൂല. ദാറ്റ് ഈസ് ദ ബേസിക് ലോസ് ഓഫ് ക്ലാസിക്കൽ മെക്കാനിക്സ്. അതാണ് നമ്മളെ ബേസിക് കോമൺ സെൻസ്. ബട്ട് അക്കോർഡിംഗ് ടു ലോസ് ഓഫ് ക്വാണ്ടം മെക്കാനിക്സ്, there is a probability of finding particle here if the energy is less than v0. അതായത് എനർജി ഓഫ് എ പാർട്ടിക്കിൾ v0നേക്കാളും കുറവാണെങ്കിൽ തന്നെയും എന്താണ്, there is a finite probability of finding this particle in this part 2 or region 2 and region 3. അതായത് ക്ലാസിക്കൽ മെക്കാനിക്സിലെ ലോ വെച്ച് ഈ പൊട്ടൻഷ്യൽ വാളിന്റെ പൊട്ടൻഷ്യൽ v0, പൊട്ടൻഷ്യൽ എനർജി v0നേക്കാളും കുറവ് എനർജി ഉള്ള ഒരു പാർട്ടിക്കിളോ അല്ലെങ്കിൽ വേവോ ആണ് വരുന്നതെങ്കിൽ എന്ത് സംഭവിക്കും? ഒരു തരത്തിലും ഈ ഒരു സെക്കൻഡ് റീജിയനിലോ തേർഡ് റീജിയനിലോ ഈ പാർട്ടിക്കിളിനെ കാണാനുള്ള സാധ്യതയില്ല. ബട്ട് അക്കോർഡിംഗ് ടു റൂൾസ് ഓഫ് ക്വാണ്ടം മെക്കാനിക്സ്, ഈ ഇൻസിഡന്റ് ചെയ്യുന്നത് എനർജി v0നേക്കാൾ കുറവുള്ള പാർട്ടിക്കിൾ ആണെങ്കിൽ തന്നെയും, എനർജി കുറവുള്ള പാർട്ടിക്കിൾ ആണെങ്കിൽ തന്നെയും, there is a finite probability of finding this particle here, and that process or that phenomenon is called tunneling. അതായത് എന്താണ്, ഇതിലെ ഈ അടി കൂടി ടണൽ ചെയ്ത് അപ്പുറത്ത് കയറി എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും അല്ലേ? അതായത് ഒരു തരത്തിലും ഈ എനർജി കുറവുള്ള സാധനത്തിന് അപ്പുറത്ത് എത്താൻ, ഈ പാർട്ട് റീജിയൻ 2 എത്താനുള്ള സാധ്യതയില്ല. പക്ഷേ അക്കോർഡിംഗ് ടു റൂൾസ് ഓഫ് ക്വാണ്ടം മെക്കാനിക്സ്, ഡ്യൂ ടു ഡ്യുവൽ ബിഹേവിയർ, ഇതിനൊരു വേവ് ബിഹേവിയർ ഉള്ളതുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ ക്വാണ്ടം മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് കാണിക്കുന്നതുകൊണ്ട് തന്നെ, there is a finite probability of finding particle in this region 2. That means അതാണ് ഇവിടെ നിങ്ങൾ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. അതായത് കൺസിഡർ എ പാർട്ടിക്കിൾ or a wave incident on a barrier on left side. Let the mass of particle be m and energy E equal to less than 0. Energy E less than V0 ആണെങ്കിൽ classically all the particles will be reflected back if the energy of particle is less than V0. ഓക്കെ. ആൻഡ് ക്വാണ്ടം, രണ്ടാമത്തെ സെൻറ്റൻസ് ശ്രദ്ധിക്കുക, ഇത് ശ്രദ്ധിച്ചു പോകുക. ക്വാണ്ടം മെക്കാനിക്കലി there is a finite probability for the particle to be transmitted into region 3 അല്ലെങ്കിൽ region 2 even if energy is less than 0, V0. അതായത് പൊട്ടൻഷ്യലിനേക്കാളും എനർജി കുറവാണെങ്കിൽ തന്നെ there is a finite probability for finding particle which is transmitted into region 3. ദിസ് ഫിനോമിനൻ ഓഫ് ടണലിംഗ് ത്രൂ പൊട്ടൻഷ്യൽ ബാരിയർ, ഈ പൊട്ടൻഷ്യൽ ബാരിയറിലൂടെ ടണൽ ഒരിക്കലും അത് മുകളിൽ കൂടെ പോയി എന്ന് പറയാൻ പറ്റുള്ളൂ. സോ ദിസ് ഫിനോമിനൻ ഓഫ് ടണലിംഗ് ത്രൂ പൊട്ടൻഷ്യൽ ബാരിയർ ഈസ് നോൺ ആസ് ക്വാണ്ടം മെക്കാനിക്കൽ ടണലിംഗ്. ഇത് നിങ്ങൾക്ക് തിയററ്റിക്കലി അല്ലെങ്കിൽ മാത്തമാറ്റിക്കലി എക്സ്പ്രഷൻ ഒക്കെ എഴുതി നിങ്ങൾക്ക് ഇത് പ്രൂവ് ചെയ്യാൻ പറ്റും. പക്ഷെ അത് നിങ്ങൾക്ക് പഠിക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് മനസ്സിലാക്കിയാൽ മതി. ക്ലാസിക്കലി എനർജി കുറവുള്ള ഒരു പാർട്ടിക്കിളിന് ആ പൊട്ടൻഷ്യൽ മറികടക്കാൻ പറ്റിയില്ല, ആ പൊട്ടൻഷ്യൽ ബാരിയർ മറികടക്കാൻ ദർ ഈസ് നോ ചാൻസ് ഓഫ് covering that potential barrier. But quantum mechanically there is a probability of finding that particle at that region 2 and 3. That means that particle is tunneled through that potential barrier, and that phenomenon is called quantum mechanical tunneling. And there is real life application, or real life നമുക്ക് ഇത് കാണാൻ പറ്റും, ഇങ്ങനെ ടണലിംഗ് നടന്നു. One of the best example is emission of alpha particles from radioactive nucleus. We can observe alpha particles get emitted from radioactive nucleus. നിങ്ങൾ ആൽഫ ഡീകെ എന്ന് കേട്ടിട്ടുണ്ടാവും. അതായത് വാട്ട് ഈസ് ന്യൂക്ലിയർ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് അത്രയും വലിയ പൊട്ടൻഷ്യൽ ആണ്. അതെന്ന് പറയുന്നത് അക്കോർഡിംഗ് ടു ദ എനർജി ഓഫ് ആൽഫ പാർട്ടിക്കിളിന്റെ എനർജി കൺസിഡർ ചെയ്യുന്ന സമയത്ത്, വെൻ വി കൺസിഡർ ദ എനർജി ഓഫ് ആൽഫ പാർട്ടിക്കിൾ, ന്യൂക്ലിയർ പൊട്ടൻഷ്യൽ ഹാസ് എ ഹൈ പൊട്ടൻഷ്യൽ എനർജി. ഒരു തരത്തിലും ആൽഫ പാർട്ടിക്കിൾസിന് എന്ത് ചെയ്യാൻ പറ്റൂല, വെൻ വി കൺസിഡർ ദ ലോസ് ഓഫ് ക്ലാസിക്കൽ മെക്കാനിക്സ്, ഒരു തരത്തിലും പിന്നെ ആൽഫ പാർട്ടിക്കിൾസിന് ന്യൂക്ലിയസിന്റെ പൊട്ടൻഷ്യലിനെ കവർ ചെയ്ത് പോകാൻ പറ്റിയില്ല. പക്ഷെ വി സി ആൽഫ ഡീകെ, നമ്മൾ ആൽഫ ഡീകെ കാണുന്നുണ്ട്, ന്യൂക്ലിയസ് എന്നുള്ള ആൽഫ ഡീകെ നമ്മൾ ഒബ്സർവ് ചെയ്യുന്നുണ്ട്. അതിന്റെ അർത്ഥം എന്താണ്? there occurs tunneling, ക്വാണ്ടം മെക്കാനിക്കൽ ടണലിംഗ് നടക്കുന്നതുകൊണ്ടാണ്. അതുകൊണ്ടാണ് ആൽഫ പാർട്ടിക്കിൾസ് ഒരു റേഡിയോ ആക്റ്റീവ് ന്യൂക്ലിയസിൽ നിന്ന് നമുക്ക് പുറത്തോട്ട് എമിറ്റ് ചെയ്യുന്നത്, ഒബ്സർവ് ചെയ്യാൻ പറ്റുന്നത്. സോ ഡ്യൂ ടു quantum mechanical tunneling we observe alpha particle. And also in tunnel diode the barrier penetration happen. Tunnel diode എന്ന് പറയുന്ന എക്യുപ്മെന്റിൽ ബാരിയർ പെൻട്രേഷൻ നടക്കുന്നുണ്ട്. ഓൾസോ ഇലക്ട്രോൺ ടണലിംഗ് ഇൻ ടണലിംഗ് മൈക്രോസ്കോപ്പ്, സ്കാനിങ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിലൊക്കെ എന്ത് സംഭവിക്കുന്നുണ്ട്? വി ആർ യൂസിങ് ദിസ് ആപ്ലിക്കേഷൻ ഓർ യൂസിങ് ഇലക്ട്രോൺ ടണലിംഗ്. അതായത് എനർജി കുറവായിരിക്കും, പക്ഷെ ആ പൊട്ടൻഷ്യൽ ബാരിയർ എന്ത് ചെയ്യും? ഈ പെനട്രേറ്റ് ചെയ്യാൻ ഈ ഇലക്ട്രോണിന് പറ്റും.
So that is all about quantum mechanical tunneling. Okay. സോ ഇതൊക്കെയാണ് ഇന്നത്തെ ദിവസം നമ്മൾ പഠിച്ചത്. അതായത് ഒന്നാമത്തെ കാര്യം നമ്മൾ ക്വാണ്ടം മെക്കാനിക്സ് എന്ന് പറയുന്ന പാർട്ട് നമ്മൾ ഇന്ന് കവർ ചെയ്തു കഴിഞ്ഞു. അതായത് ഇനി പഠിക്കാനുള്ള നാനോ ടെക്നോളജി എന്ന് പറയുന്ന പാർട്ടാണ്. അതൊരു 2-3 ക്ലാസ് കൊണ്ട് നമുക്ക് കവർ ചെയ്യാൻ പറ്റും. സോ ക്വാണ്ടം മെക്കാനിക്സ് എന്ന് പറയുന്ന പാർട്ട്, the main point of this part is due to the dual behavior of particle. ഈ പാർട്ടിക്കിൾസിൻ്റെ ഈ ക്വാണ്ടം മെക്കാനിക്സ് ഡീൽസ് വിത്ത് പാർട്ടിക്കിൾസ് വിത്ത് ലോ സൈസ് ആൻഡ് മാസ് സച്ച് ആസ് ഇലക്ട്രോൺ, പ്രോട്ടോൺ, അതുപോലുള്ള ആറ്റോമിക് സ്കെയിലും മോളിക്കുലർ സ്കെയിലുള്ള പാർട്ടിക്കിളിനെ ഡീൽ ചെയ്യുന്ന മെക്കാനിക്സ് ആണ് എന്ത്, ക്വാണ്ടം മെക്കാനിക്സ്. ആൻഡ് ഇറ്റ് ഈസ് മെയിൻലി ഡ്യൂ ടു ദിസ് ഡ്യുവൽ ബിഹേവിയർ. ആൻഡ് വൺ ഓഫ് ദി മെയിൻ പ്രിൻസിപ്പിൾ വിച്ച് ഷുഡ് ബി ഒബേഡ് ബൈ ദിസ് പാർട്ടിക്കിൾസ് is Heisenberg uncertainty principle. And the main equation which says all the properties about these particles or quantum particles is Schrodinger's equation. There are two types of equation, time dependent and independent equation. And one of the main applications of Schrodinger's equation is that we are studying, that is a particle trapped in a square well potential. One of the best examples ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. So when we are studying about the particle which is trapped in a square well potential, we understood that this particle possess some certain ക്വാണ്ടാസ് ഓഫ് എനർജി. ചില ക്വാണ്ടാസ് ഓഫ് എനർജി പൊസസ് ചെയ്യാൻ ഈ പാർട്ടിക്കിളിന് പറ്റും. അതിന് ലാർജർ ഇംപ്ലിക്കേഷൻസ് ഉണ്ട്. യൂസിങ് ദിസ് കൺസെപ്റ്റ് വി ക്യാൻ ഡിറൈവ് ദ പ്രോപ്പർട്ടീസ് ഓഫ് ദി ആറ്റോമിക് സ്കെയിൽ. അതായത് ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ വേവ് ഫംഗ്ഷൻ അല്ലെങ്കിൽ ഹീലിയം ആറ്റത്തിൻ്റെ വേവ് ഫംഗ്ഷൻ, ഇതൊക്കെ ഈ ബേസിക് സ്ക്വയർ വെൽ പൊട്ടൻഷ്യൽ യൂസ് ചെയ്തുകൊണ്ടാണ് യൂസ് ചെയ്യുന്നത്, പിന്നെ അല്ലെങ്കിൽ ഡിറൈവ് ചെയ്തെടുക്കുന്നത്. ആൻഡ് മെയിൻ പോയിന്റ് ഈസ് എനർജി ഈസ് ക്വാണ്ടൈസ്ഡ്. അതുകൊണ്ടാണ് എന്താണ് ആ ഇലക്ട്രോൺ, ഒരു ആറ്റത്തിനുള്ളിൽ ഇലക്ട്രോൺ പല എനർജി പൊസസ് ചെയ്യാൻ, എല്ലാ എനർജിയും പൊസസ് ചെയ്യുന്നില്ല, ചില ഓർബിറ്റലിൽ മാത്രമേ ഇലക്ട്രോണിനെ കാണാൻ പറ്റൂ. വൈ? Because similar to square well potential, in such nuclear potential, electron is a quantum particle, so it can only possess some of the energy levels. And at last we discussed about quantum mechanical tunneling. What is quantum mechanical tunneling? According to classical mechanics, a particle with some energy less than this potential wall cannot transmitted into this region 2 and 3. അതായത് ക്ലാസിക്കൽ മെക്കാനിക്സിലെ ലോസ് വെച്ച് ഇവിടുന്ന് ഇൻസിഡന്റ് ചെയ്യുന്ന ഒരു പാർട്ടിക്കിളിന്റെ എനർജി കുറവാണെങ്കിൽ ഒരു തരത്തിലും ഈ റീജിയനിലേക്ക് അതിന് പോകാൻ പറ്റില്ല. ബട്ട് അക്കോർഡിംഗ് ടു ലോസ് ഓഫ് ക്വാണ്ടം മെക്കാനിക്സിൽ ഡീൽ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം, ഈവൻ ഇഫ് ദ എനർജി ഈസ് ലെസ് ദാൻ V0, പൊട്ടൻഷ്യൽ വാളിനേക്കാൾ അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ എനർജി കുറവാണെങ്കിൽ തന്നെ എന്ത് ചെയ്യാൻ പറ്റും? There is a finite probability of finding this particle in this region, and that phenomenon is called quantum mechanical tunneling. And one of the best real life example for quantum mechanical tunneling is alpha decay. അതായത് ആൽഫ പാർട്ടിക്കിളിന് ഒരിക്കലും ന്യൂക്ലിയർ പൊട്ടൻഷ്യൽ കവർ ചെയ്യാനുള്ള എനർജി ഇല്ല, എന്നിട്ട് കൂടി നമ്മൾ എന്ത് ആൽഫ ഡീക്കെ ഒബ്സർവ് ചെയ്യുന്നുണ്ട്. ആൽഫ പാർട്ടിക്കിൾ ന്യൂക്ലിയസിന്റെ പുറത്തേക്ക് വരുന്നത്, എമിറ്റ് ചെയ്യുന്നത് നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ദാറ്റ് മീൻസ് ക്വാണ്ടം മെക്കാനിക്കൽ ടണലിംഗ് happens in real world. And best applications of quantum mechanics is the tunnel diode and this scanning tunneling electron microscope. Okay. സോ ഇതൊക്കെയാണ് ക്വാണ്ടം മെക്കാനിക്സ് എന്ന് പറയുന്ന പാർട്ടി പഠിക്കാനുള്ളത്. സോ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, ആർക്ക് ഡൗട്ടില്ല, എല്ലാവർക്കും എല്ലാം മനസ്സിലായി തോന്നുന്നു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അറ്റൻഡൻസ് പറഞ്ഞു, നമ്പർ പറഞ്ഞു. Roll number 1%. 2 absent. Number 2 present. Number 3%. Number 4%. 5%. 7%. 8%. 9%. 10 absent. 12 ഉണ്ടോ? 12%.
13%. 15. 60. ഓക്കെ, അപ്പോൾ 10 മാത്രമേ അബ്സെൻ്റ് ഉള്ളൂ, ഞാൻ നോട്ട് ചെയ്തിട്ടുള്ളൂ. അപ്പം ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ചോദിക്കുക. സോ താങ്ക് യു.